ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. ഇസ്രായേൽ ജനം വീണ്ടും പാപം ചെയ്യുന്നതായ ഒരു സാഹചര്യം വരുന്നു. അതിൻ്റെ പരിണതഫലമായി 40 വർഷം ഫെലിസ്ത്യർ അവരെ അടിമയാക്കി വയ്ക്കുന്ന, പീഡിപ്പിക്കുന്ന സാഹചര്യം അവർക്കുണ്ടാവുകയാണ്. അത് കഴിഞ്ഞ് ജനം എപ്പോഴും പീഡ അനുഭവിക്കുമ്പോൾ ദൈവസ്ഥലത്തിൽ കരയുകയും വിലപിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവം അവരെ വിടുവിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. യഹോവയായ ദൈവം അതിനൊരു ക്രമീകരണം ചെയ്യുന്നു. ശിംസോൻ എന്ന് പറയുന്ന ഒരു ന്യായാധിപനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതായിട്ടാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവൻ്റെ അപ്പൻ്റെ പേര് മനോഹ എന്നായിരുന്നു. ആ മനോഹായിക്ക് മക്കളില്ലായിരുന്നു. അവൻ ദാൻ ഗോത്രക്കാരനായിരുന്നു. അവൻ്റെ ഭാര്യ ഒരു ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ യഹോവയായ ദൈവം അവളോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു മകനെ തരും. അവൻ നാസിർ വ്രതക്കാരനായിരിക്കും. അതുകൊണ്ട് നീ വീഞ്ഞോ മദ്യമോ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അശുദ്ധമായതൊന്നും നീ ഭക്ഷിക്കരുത്. നാസിർ വ്രതക്കാരൻ വിശുദ്ധനായിരിക്കണം. അതുകൊണ്ട് നിന്റെ ഭക്ഷണ കാര്യങ്ങളിൽ പോലും നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ആധുനിക വൈദ്യശാസ്ത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ മാതാപിതാക്കളുടെ സ്വഭാവം, ജീവിത രീതിയൊക്കെ ആ കുഞ്ഞിനെ ബാധിക്കും. വെറുപ്പ്, വിദ്വേഷം, പക, അസൂയ, വ്യഭിചാര ചിന്തകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളൊരു കുഞ്ഞിന് ജന്മം നൽകുന്ന സാഹചര്യമുണ്ടായാൽ ആ കുഞ്ഞിൻ്റെ ജനനം പ്രശ്നമാണ്. കാരണം ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു, മനഃശാസ്ത്രം പറയുന്നു, ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും സ്ട്രക്ചർ തീർന്ന ബിൽഡിങ്ങാണ്. ഏതൊരു ബിൽഡിങ്ങും നിലനിൽക്കുന്നത് അതിൻ്റെ സ്ട്രക്ചറിന്മേലാണ്. അത് തകർന്നാൽ ബിൽഡിങ് താഴെ പോകും. പിന്നെ ജനിച്ച ശേഷം ധാർമ്മിക ഉപദേശങ്ങളിലൂടെയൊക്കെ കുറേയൊക്കെ മാറ്റം വരുത്താമെന്നുള്ളതല്ലാതെ പ്രത്യേക സന്ദർഭങ്ങളിൽ ഒറിജിനൽ മുഖം പുറത്തു വരുന്നതായി കാണാൻ പറ്റും. ഇവിടെ അതുകൊണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ തക്കവണ്ണം അവളെ തന്നെ ശാരീരികവും മാനസികവുമായി ഒരുക്കുന്ന ഒരു വലിയ അനുഭവം നമുക്കിവിടെ കാണാൻ പറ്റും. ആത്മീയമായി അവൾ ഒരുങ്ങുകയാണ്, അവൾ പ്രാർത്ഥിക്കുന്നവളാണ്. അപ്പം നാസിർ വ്രതക്കാരനായ ഒരു മകനെ നൽകുന്നു. അവനാണ് ഇനി ഇസ്രായേൽ ജനത്തിൻ്റെ ന്യായാധിപനായി മാറാൻ പോകുന്നത്. അവൻ്റെ ലക്ഷണം പറഞ്ഞു, നീ അശുദ്ധമായതൊന്നും നീ ഭക്ഷിക്കരുത്. അവൻ്റെ തലയിൽ നീ ക്ഷൗരക്കത്തി സ്പർശിക്കാൻ പാടില്ല, മുടി വെട്ടാൻ പാടില്ല. നാസിർ വ്രതത്തിൻ്റെ ഒരു അടയാളമായി ദൈവം അവിടെ നൽകുകയാണ്. അവൻ ഫെലിസ്ത്യരിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചുകൊള്ളും എന്ന് യഹോവയായ ദൈവം വാഗ്ദത്തം നൽകുന്നു. അവൾ വന്ന് തൻ്റെ ഭർത്താവിനോട് ഈ കാര്യം പറയുന്നു. അപ്പോൾ ഭർത്താവായിരുന്ന മനോഹ ആ പുരുഷനെ കാണുവാൻ ആഗ്രഹിക്കുന്നത്. പുരുഷനായിട്ടാണ് ഇവിടെ ദൈവം, അല്ലെങ്കിൽ ഒരു മാലാഖ ആണ്, പക്ഷേ ഒരു സാധാരണ പുരുഷനായിട്ടാണ് മനോഹയുടെ ഭാര്യയുടെ അടുത്ത് വന്നത്. ആ മനുഷ്യനെ കാണുവാൻ മനോഹ ആഗ്രഹിക്കുകയാണ്. അത് സ്വാഭാവികമാണല്ലോ. അപ്പോഴാണ് ഒരു ദിവസം വയലിൽ വെച്ച് അവർ കൃഷിയിടത്തിലായിരിക്കുമ്പോൾ ഈ മനുഷ്യൻ വീണ്ടും മനോഹയുടെ ഭാര്യയ്ക്ക് വന്ന് പ്രത്യക്ഷപ്പെടുന്നു, അവളോട് സംസാരിക്കുന്നു. അപ്പോൾ മനോഹ വന്ന് ഈ മനുഷ്യനെ കാണുന്നു, അവനോടും ഈ മനുഷ്യൻ സംസാരിക്കുന്നുണ്ട്. നാസിർ വ്രതക്കാരനായ ഒരു മകനെ ദൈവം നിനക്ക് നൽകും. അവനിലൂടെ ഇസ്രായേൽ ജനം ഫെലിസ്ത്യരുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ കാരണമായിട്ട് തീരും. അപ്പോൾ മനോഹ ഇവിടെ പറയുന്നുണ്ട്, നീ ഇവിടം വിട്ട് പോകരുത്, ഞാനൊരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ അവൻ ആ ആട്ടിൻകുട്ടിയെ അന്നത്തെ ആദിത്യ മര്യാദ അതാണ്. കാരണം ഒരു മനുഷ്യനായിട്ടാണല്ലോ ഇദ്ദേഹം വരുന്നത്.
അദ്ദേഹത്തെ ആദരിക്കുവാൻ തക്കവണ്ണം, സൽക്കരിക്കുവാൻ തക്കവണ്ണം ഭക്ഷണമൊക്കെ ആയിട്ട് മനോഹ കൊണ്ടുവരുന്നു. അത് കല്ലിന്മേൽ വെച്ചപ്പോൾ അഗ്നി ഇറങ്ങി അതിനെ ദഹിപ്പിക്കുന്നതായി നമ്മൾ കാണുന്നു. അഗ്നി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ദൈവസാമീപ്യം സൂചിപ്പിക്കുന്നതാണ്. ആ ദഹനബലിയുടെ ആ പുക മുകളിലേക്ക് ഉയർന്നപ്പോൾ അതിലൂടെ ആ മനുഷ്യന് മുകളിലേക്ക് ഉയർന്നു പോയതായി നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം ചില സന്ദർഭങ്ങളിൽ പ്രത്യേക ആളുകളിൽ ഇങ്ങനെ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടതായി നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. മോശയ്ക്കും ദൈവം മുൾപ്പടർപ്പിലാണല്ലോ, അഗ്നിയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ മോശയ്ക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മകനെ അവർക്ക് ലഭിച്ചു. ആ മകൻ്റെ പേരാണ് സിംസോൻ അഥവാ സാംസൺ. അവർ അവൻ അങ്ങനെ പേരിട്ടു. അതിൻ്റെ 25-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നുവെന്നാണ്. അതാണ് അവൻ്റെ ശക്തി, അവൻ്റെ ചൈതന്യം. ദൈവാത്മാവ് വരുമ്പോഴാണ്. നമ്മുടെ കർത്താവ് സ്നാനമേറ്റപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി ആവശ്യിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. പെന്തിക്കോസ്ത് ദിവസം ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച സ്ത്രീഹന്മാരുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവശ്യിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണമായി മാറുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ശിംശോനെ ഇവിടെ ഉപയോഗിക്കുന്നു. അതിനുവേണ്ടിയാണ് പുതിയ നിയമത്തിൽ ദൈവം നമ്മളെയും വിളിച്ചിട്ടുള്ളതും നമ്മളെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ളതും ക്രിസ്ത്യാനിയാകുവാനുള്ള അവസരം നൽകിയിട്ടുള്ളതും. ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് ദൈവകരങ്ങളിലെ ഉപകരണമായി നമ്മൾ മാറണം. പുനരുദ്ധാന ശേഷം കർത്താവ് സ്ത്രീഹന്മാരെ അയക്കുമ്പോൾ ചെയ്തത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 20-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകിയെന്നാണ്. എന്നിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നു അത് മോചിക്കപ്പെട്ടും ആരുടെ മോചിക്കാതിരിക്കുന്നു മോചിക്കപ്പെടാതെയും ഇരിക്കുമെന്നുള്ള നൽകലും അവർക്ക് നൽകുന്നത് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകിക്കൊണ്ടാണ്. ആ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് മാമോദീസായിൽ മുറോൻ അഭിഷേകത്തിലൂടെ ഞാനും നിങ്ങളൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിന് വിധേയമായി നമുക്ക് ഭൂമിയിൽ ജീവിക്കുവാനും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും സാധിക്കണം. നമുക്കിന്ന് പലപ്പോഴും ദൈവത്തെ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആവശ്യങ്ങളിലും ദൈവം പ്രതികരിക്കണം. പക്ഷെ ദൈവകരത്തിലെ ഉപകരണമായി ജീവിക്കാനോ പ്രവർത്തിക്കാനോ നമ്മളാരും തയ്യാറല്ല. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ദൈവഹിതപ്രകാരം ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ശിംശോൻ്റെ മുന്നോട്ടുള്ളതായ ജീവിതം നമ്മൾ കാണുമ്പോൾ മഹാഭാരതത്തിലെ ഭീമനെ പോലെ അമാനുഷികനായ ഒരു മനുഷ്യനായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. വലിയ ശക്തിമാനായി മാറുന്നുണ്ട്. പക്ഷേ പ്രശ്നം കടങ്കഥകളിലൊക്കെ രസിച്ചു ഫെലിസ്ത്യ സ്ത്രീകളിൽ ആകൃഷ്ടനാകും ഇനിയും ആയിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നതായ കാര്യം നമുക്ക് കാണാൻ പറ്റും. നാസർ വ്രതത്തിൻ്റെ വിശുദ്ധിയൊക്കെയും നഷ്ടപ്പെട്ട് ഉന്നതമായ ആ ദൈവികമായ വിളിക്ക് അനുയോജ്യമായ രീതിയിൽ അദ്ദേഹം ഇത് പെരുമാറി നാസർ വ്രതം ഒക്കെ തെറ്റിച്ച് ധാർമ്മികമായി അധപ്പതിക്കുന്നൊരവസ്ഥയിലേക്ക് അദ്ദേഹം പിന്നീട് പോകുന്നത് നമ്മൾ കാണും. നാമും ഇതുപോലെ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. ദൈവികമായ ശക്തി നമ്മളിലൂടെ ലോകത്തെ വ്യാപരിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളൊക്കെ അതിന് വിരുദ്ധമാകിയാൽ നമ്മളും ശിംശോനെ പോലെ ശക്തന്മാരാവേണ്ടതാണ്. അത് ശാരീരികമായിട്ടല്ല, ആത്മീയമായി. എന്നാൽ അതൊക്കെ ഇന്ന് നഷ്ടപ്പെട്ട് ആത്മീയമായ അരാജകത്വത്തിൽ ജീവിക്കുന്നൊരു സാഹചര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ലേ എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ ദിവസം ദൈവാത്മാവിനാൽ ശക്തി പ്രാപിക്കുന്ന ദിവസങ്ങളായി മാറുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.